മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ കേട്ടത് കുരുവംശാവലിയെക്കുറിച്ച് ശ്രീ വൈശമ്പായന മുനി ജനമേജയ രാജാവിനോട് പറഞ്ഞ ചരിത്രമാണ്. തുടർന്നും അദ്ദേഹം കുരുവംശ പരമ്പരയിൽപ്പെട്ടവരുടെ ചരിത്രമാണ് പറഞ്ഞു തുടങ്ങുന്നത്. വൈശമ്പായനൻ പറഞ്ഞു, മുമ്പ് ഈ ക്ഷോണിയുടെ നാഥനായി ഇക്ഷ്വാകു വംശത്തിൽ സത്യപരാക്രമനായ മഹാഭിക്ഷൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം 1000 അശ്വമേധവും 100 രാജസൂയവും നടത്തി ഇന്ദ്രന്റെ സഖാവായി സ്വർഗം പ്രാപിച്ചു. ഒരിക്കൽ എല്ലാ ദേവന്മാരും രാജർഷിയും മഹാഭിഷ രാജാവും കൂടി ചേർന്ന് ബ്രഹ്മാവിനെ ഉപാസിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ബ്രഹ്മാവിനെ ഉപാസിച്ച് അവർ അങ്ങനെ നിൽക്കുമ്പോൾ മനോഹരിയായ ഗംഗാദേവി ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ അവളുടെ ചന്ദ്രപ്രഭമയമായ വെളുത്തുനീർത്ത വസ്ത്രം കാറ്റടിച്ചു പറന്നുപോയി. അവളുടെ നഗ്നദേഹം കണ്ട് ദേവകൾ ലജ്ജിച്ചു തല താഴ്ത്തി നിന്നു. എന്നാൽ മഹാഭിഷൻ അവിടെ നിശങ്കം അവളുടെ ആ നഗ്നമായ സുന്ദര ശരീരം സസന്തോഷം നോക്കിക്കൊണ്ട് നിന്നു. ഇത് കണ്ട് ബ്രഹ്മാവിന് ഇഷ്ടക്കേടായി. അദ്ദേഹം മഹാഭിഷനെ ശപിച്ചു. നീ മർത്യനായി ഒന്നുകൂടി ജനിച്ച് സുഖം അനുഭവിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. ഹേ ദുർമതേ, ആരു നിമിത്തമാണോ കാമം കൊണ്ട് നിന്റെ മനസ്സ് ദുഷ്ടമായത്, അവൾ മർത്യലോകത്തിൽ നീ അനിഷ്ടനായി പെരുമാറാതിരിക്കുന്നതുവരെ പത്നിയായിരിക്കും. നിനക്ക് കോപമുണ്ടാകുമ്പോൾ നിന്റെ ശാപത്തിനു മോചനം ലഭിക്കും. വൈശമ്പായനൻ തുടർന്നു പറഞ്ഞു, രാജാവ് നൃപജന മുനിവർഗത്തെ ഓർത്ത് അച്ഛനാകുവാൻ ശ്രീമാനായി പ്രദീപനെ മനസ്സിൽ ഉറച്ച് രാജാവ് മറ്റു രാജാക്കളെയും ജനങ്ങളെയും ചിന്തിച്ച് ശ്രീമാനായ പ്രദീപനെ തന്നെ അച്ഛനാകുവാൻ ഉറച്ചു. മഹാഭിഷന്റെ മനസ്സ് ഇളകിയത് കണ്ട് ഗംഗാദേവിയാകട്ടെ ആ രാജാവിനെ തന്നെ മനസ്സിൽ വിചാരിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവൾ ശരീരം തളർന്ന് കുഴഞ്ഞ് വാടി പ്രേമാകുലയായി. ഈ സ്ഥിതിയിൽ പോകുമ്പോൾ അവൾ വഴിയിൽ വെച്ച് ദേവന്മാരായ വസുക്കളെ കണ്ടെത്തി. എന്തോ ശാപമാലിന്യം ബാധിച്ച മട്ടുള്ള അവരെ കണ്ട് ഗംഗാദേവി ചോദിച്ചു, എന്താണ് നിങ്ങൾ വിഷമാവസ്ഥയിൽ പെട്ടതുപോലെ കാണുന്നത്? സുരന്മാർക്ക് ക്ഷേമമല്ലേ? അഷ്ടവസുക്കൾ അവളോട് പറഞ്ഞു, ഹേ ഗംഗേ, ഞങ്ങൾ വസിഷ്ഠമുനിയാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ ശപിച്ചു. ആ മഹർഷി സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. മൂഢരായ ഞങ്ങൾ എല്ലാവരും ഗൂഢമായി അത് അവഗണിച്ച് വഴി കടന്നു പോന്നു. അതുകണ്ട് അദ്ദേഹത്തിന് കോപമുണ്ടായി. അദ്ദേഹം ഇങ്ങനെ ശപിച്ചു, ഈ ചെയ്ത അക്രമത്തിന് മൂഢന്മാരായ നിങ്ങൾ യോനി നൂഴുവിൻ, മനുഷ്യ ജന്മ ക്ലേശ അനുഭവിക്കുവിൻ എന്ന് ഹേ ശുഭേ ബ്രഹ്മജ്ഞനായ അവൻ പറഞ്ഞതു
പിഴയ്ക്കുകയില്ല. ദേവി, നീ മാനുഷയായി വന്ന് ഞങ്ങളെ പ്രസവിക്കുക. മനുഷ്യ നാരീഗർഭത്തിൽ പെടാതിരിക്കാനാണേ ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഇപ്രകാരം വസുക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെയാകാം എന്ന് ഗംഗ സമ്മതിച്ചു. ഗംഗ പറഞ്ഞു, മർത്യരിൽ ഏത് പുരുഷ ശ്രേഷ്ഠനെയാണ് നിങ്ങൾക്ക് പിതാവാകേണ്ടത്? അതുകേട്ട് വസുക്കൾ പറഞ്ഞു, പ്രദീപനന്ദനായ രാജാധിരാജൻ ശാന്തനു വിശ്രുതനാണ്. അദ്ദേഹം മനുഷ്യലോകത്തിൽ ഞങ്ങൾക്ക് പിതൃസ്ഥാനീയനായിരിക്കുന്നതാണ് ഇഷ്ടം. അത് കേട്ട് ഗംഗ പറഞ്ഞു, ഹേ ദേവന്മാരെ, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്കും നല്ല സമ്മതമാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് അഭീഷ്ടം ചെയ്യും. വസുക്കൾ പറഞ്ഞു, അല്ലയോ ത്രിലോകകേ, ഭവതി പെറ്റാൽ ഉടനെ കുമാരന്മാരെ വെള്ളത്തിലെറിയുക. അങ്ങനെ ഞങ്ങൾക്ക് ഒത്ത വിധം ചെയ്യുക. ശാപമോചനം വേഗത്തിൽ കിട്ടുവാൻ അതാണ് നല്ലത്. അപ്പോൾ ഗംഗ പറഞ്ഞു, അങ്ങനെയാകാം. എന്നാൽ ഒരു കാര്യം ചെയ്യണം. ഒരു പുത്രൻ അവന് വേണ്ടി നിൽക്കണം. പുത്രാർത്ഥനായി അവൻ എന്നോടുകൂടി ചെയ്യുന്ന സംഘം മുഴുവൻ വ്യർത്ഥമാക്കി കളയരുത്. വസുക്കൾ പറഞ്ഞു, ശരി. എന്നാൽ ഞങ്ങളെല്ലാവരും 1/8 വീര്യം കൈവിടാം. അതുകൊണ്ട് നിന്റെ പുത്രനാകുന്ന അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യട്ടെ. മനുഷ്യലോകത്തിൽ അദ്ദേഹത്തിന് സന്തതി ജനിക്കയില്ല. ഭവതിയുടെ ആ വീര്യവാനായ പുത്രനുണ്ടാകത്തവനായി നിൽക്കട്ടെ. വൈശമ്പായനൻ ജനമേജയ രാജാവിനോട് പറഞ്ഞു, ഇപ്രകാരം ഗംഗയോടുകൂടി കാര്യം ചിന്തിച്ചു തീരുമാനിച്ച് സസന്തോഷം വസുക്കൾ പിരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ സർവസമ്മതനായ പ്രദീപൻ ജന്മം കൊണ്ടു. ആ രാജാവ് ഗംഗാദ്വാരത്തിൽ ജപവും ധ്യാനവുമായി ഏറെ നാൾ നിവസിച്ചു. ഒരു ദിവസം ഗംഗ മനോമോഹനമായ ദേഹകാന്തിയോടെ ജലത്തിൽ നിന്ന് ഉയർന്നു വന്നു. ആ പ്രദീപരാജാവ് ഇരുന്നു ജപിക്കുമ്പോൾ ദിവ്യരൂപിണിയായ ഗംഗ സസന്തോഷം രാജാവിൻ്റെ വലത്തെ തുടയിന്മേൽ കയറിയിരുന്നു. പ്രദീപരാജാവ് ആ യശസ്വിനിയായ സുന്ദരിയോട് ചോദിച്ചു, ഹേ കല്യാണി, നിന്റെ ഇഷ്ടമെന്താണ്? ഞാൻ ഭവതിക്ക് എന്തു ചെയ്യണം? അപ്പോൾ ഗംഗ പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ ഭവാനെ കാമിക്കുന്നു. കാമിക്കുന്ന എന്നെ ഭവാൻ സ്വീകരിക്കുക. കാമിക്കുന്ന സ്ത്രീയെ പരിത്യജിക്കുന്നത് സജ്ജനഗർഹിതമാണ്, അധർമ്മമാണ്. പ്രദീപൻ പറഞ്ഞു, കാമം മൂലം അന്യ സ്ത്രീകളെ ഞാൻ സ്വീകരിക്കുകയില്ല. അന്യജാതിയിൽ പിറന്നവളോട് കൂടിയും ഞാൻ പൊറുക്കുകയില്ല. ഇത് എൻ്റെ ധർമ്മവ്രതമാണ് ശുഭേ. അപ്പോൾ ഗംഗ പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ അഗമ്യയല്ല, അശ്രേയസിയുമല്ല, ഒന്നിലും എനിക്ക് കുറവുമില്ല. ഭവാനെ ഭജിക്കുന്ന ദിവ്യയായ എന്നെ ഭവാൻ ഭജിച്ചാലും. അപ്പോൾ പ്രദീപൻ പറഞ്ഞു, സുന്ദരി, നീ ചോദിക്കുന്ന കാര്യം നീ തന്നെ നിരസിച്ചുവല്ലോ. നടപ്പു തെറ്റിച്ചു നടന്നാൽ ധർമ്മവിപ്ലവം എന്നെ മുടിച്ചു കളയും. നീ എൻ്റെ വലത്തെ തുടയിലല്ലേ കയറിയിരുന്നത്? ഈ ഇരിപ്പിടം മക്കൾക്കും മരുമക്കൾക്കുമുള്ളതാണ്. ഇടത്തെ തുടയാണ് അനുരക്തയായ ഭാര്യയ്ക്കുള്ളത്.
അത് നീ ഉപേക്ഷിക്കുകയാണല്ലോ ചെയ്തത്. ആ കാരണത്താൽ തന്നെ ഞാൻ നിന്നിൽ കാമം ആചരിക്കുന്നതല്ല. നീ എൻ്റെ സ്നൂഷയാവുക, മരുമകളാകുക. എൻ്റെ പുത്രനു വേണ്ടി ഞാൻ നിന്നെ സ്വീകരിക്കാം. ഹേ വരമൂരു, നീ സ്നൂഷസ്ഥാനത്തല്ലേ വന്നു കയറിയത്? ഗംഗ പറഞ്ഞു, ഹേ ധർമ്മജ്ഞ, അങ്ങനെയാണ് ധർമ്മമെങ്കിൽ അങ്ങനെയാകട്ടെ. ഞാൻ ഭവാന്റെ പുത്രനെ ഭജിക്കുന്നു. നിന്റെ ഭക്തി കൊണ്ട് ഖ്യാതമാണല്ലോ ഭാരതവംശം. ഭൂമിയിലുള്ള മറ്റു രാജാക്കന്മാർക്കും നിങ്ങളാണല്ലോ ഒരാശ്രയം. തീർച്ചയായും നൂറ്റാണ്ടു ചെന്നാലും ആ സദ്ഗുണം ഒടുങ്ങുന്നതല്ല. ഭവാന്റെ കുലത്തിൽ, വിശേഷിച്ചു ഭവാനിൽ ഉത്തമമായ സാധുത്വം ഉണ്ട്. ഹേ ധർമ്മജ്ഞ, ഭവാൻ നിശ്ചയിച്ച പ്രകാരം ഞാൻ ചെയ്തു കൊള്ളാം. ഭവാന്റെ പുത്രൻ എന്നെ സംശയം കൂടാതെ സ്വീകരിക്കണം. അങ്ങനെ ചെയ്താൽ ഞാൻ ഭവാന്റെ പുത്രന് സുഖാനുഭൂതി വർദ്ധിപ്പിക്കാം. പുണ്യവാന്മാരായ പുത്രന്മാരെ നേടി ഭവാന്റെ പുത്രൻ സ്വർഗം പ്രാപിക്കുകയും ചെയ്യും. അപ്രകാരമാകാം എന്ന് രാജാവ് സമ്മതിച്ചപ്പോൾ ആ സുന്ദരി അവിടെ നിന്നും അന്തർധാനം ചെയ്തു. പുത്രജന്മം ഓർത്ത് രാജാവ് അവിടെ ഇരുന്ന് ഭജിച്ചു. പിന്നെ രാജാവ് പുത്രലാഭത്തിന് ഭാര്യയോടുകൂടി തപസ് ചെയ്തു. വൃദ്ധരായ അവർക്ക് പുത്രനായി മഹാഭിഷൻ ഉണ്ടായി. ബ്രഹ്മശാപമേറ്റ മഹാഭിഷനാണ് പ്രദീപന്റെ പുത്രനായി ഇപ്പോൾ പിറന്നത്. ആ ശാന്തനുണ്ടായ സന്താനം ശാന്തനു എന്ന പേരിൽ അന്വർത്ഥമാക്കി സ്വകർമ്മത്താൽ അക്ഷയങ്ങളായ ലോകങ്ങൾ നേടുവാൻ ആഗ്രഹിച്ചു. ധന്യനായ ശാന്തനു പുണ്യകർമ്മങ്ങൾ ചെയ്ത് പുത്രന് യൗവനമായപ്പോൾ പിതാവായ പ്രദീപൻ അവനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഹേ ശാന്തനു, നിന്റെ ഐശ്വര്യത്തിനായി ഒരു ദിവ്യയുവതി മുമ്പേ എൻ്റെ അരികിൽ വന്നു. അവൾ പുത്രാർത്ഥമായി ഗൂഢമായി നിന്റെ അരികെ വന്നെങ്കിൽ അവളോട് നീ ഒന്നും ചോദിക്കരുത്. നീ ഏതാണ്, ആരുടെ മകളാണ് എന്നൊന്നും ചോദിക്കരുത്. അവൾ എന്തെന്തു ചെയ്താലും നീ ചോദ്യം ചെയ്യരുത്. എൻ്റെ ആജ്ഞപ്രകാരം നിന്നെ ഭജിക്കുന്ന അവളെ നീ സ്വീകരിക്കണം. പ്രദീപൻ ഇപ്രകാരം തൻ്റെ പുത്രനായ ശാന്തനുവിനോട് പറഞ്ഞ് തൻ്റെ രാജ്യം പുത്രന് നൽകി വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയി. ദേവേന്ദ്ര വിക്രമനായ ശാന്തനു രാജാവ് നായാട്ടിനു വേണ്ടി കാട്ടിൽ ചുറ്റുന്ന പതിവായി. കാട്ടുപോത്ത്, മാൻകൂട്ടം മുതലായവയെ കൊന്ന് രാജാവ് ഒറ്റയ്ക്ക് സിദ്ധന്മാർ വസിക്കുന്ന ഗംഗാതീരത്തിലേക്ക് ചെന്നു. അങ്ങനെ ഒരു ദിവസം ഗംഗാതീരത്തു വെച്ച് തണ്ടാർമാദിനെ പോലെ അഴകുള്ള ഒരു തന്യവയെ കണ്ടെത്തി. അവളുടെ മുഖത്ത് ദിവ്യ തേജസ് ഉജ്ജ്വലിച്ചു. അവളുടെ രൂപം സർവരെയും ആകർഷിക്കുന്നതായിരുന്നു. ദിവ്യാഭരണങ്ങൾ അണിഞ്ഞു വിളങ്ങി മൃദുവായ വസ്ത്രത്തോടും പൊൻതാർ പോലെ മൃദുവായ ശരീരത്തോടും കൂടിയ അവളുടെ അഴക് കണ്ട് രാജാവ് കോൾമയിർ കൊണ്ടു. കണ്ണുകൊണ്ട് അവൻ ആ സൗന്ദര്യാമൃതം ഊറ്റിക്കുടിച്ചുകൊണ്ട് അവളെ മതിവരാതെ നോക്കി നിന്നു. ചന്തം കലർന്ന രാജാവിനെ ആ വനത്തിൽ ഒറ്റയ്ക്ക് കണ്ട് നന്ദിയോടെ സൗഹൃദം കൈക്കൊണ്ട് തൃപ്തി വരാതെ അവളും നിന്നു. രാജാവ് സാന്ത്വനപൂർവം
മധുരമായി ചോദിച്ചു, ഹേ മോഹാംഗി, നീ ദേവിയാണോ, ദാനവിയാണോ, ഗന്ധർവിയാണോ, സുരവേശ്യയാണോ, യക്ഷിയാണോ, നാഗിണിയാണോ, അല്ലെങ്കിൽ നീ മനുഷ്യനാരിയാണോ? ആരാണ്? സ്തുരസ്ത്രീ സന്നിഭേ, നീ എൻ്റെ ഭാര്യയാകണമെന്ന് ഞാൻ യാചിക്കുന്നു. രാജാവിൻ്റെ വാക്ക് കേട്ട് അവൾ ഭംഗിയായി പുഞ്ചിരി തൂകി. അഷ്ടവസ്തുക്കളുടെ നിശ്ചയം ചിന്തിച്ച് രാജാവിൻ്റെ അപേക്ഷ സ്വീകരിച്ച് രാജാവിൻ്റെ ഉള്ള് ഇണങ്ങുന്ന വിധം അവൾ മധുരമായി സൗമ്യമായി പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ ഭവാന്റെ വംശത്തിൽ മഹിഷിയാകാം. ഞാൻ ഒരു കാര്യം പറയുന്നു, ഭവാൻ ശ്രദ്ധപൂർവം കേൾക്കണം. ഞാൻ എന്തു ചെയ്താലും, ശുഭമായാലും അശുഭമായാലും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭവാൻ എന്നെ തടയരുത്, കടുത്ത വാക്കും പറയരുത്. അങ്ങനെയാകാമെങ്കിൽ ഞാൻ ഭവാനോടുകൂടി താമസിക്കാം. എന്നെ തടുക്കുകയോ അപ്രിയം പറയുകയോ അപ്രിയം ഭാവിക്കുകയോ ചെയ്താൽ ഞാൻ ഉടനെ ഭവാനെ ഉപേക്ഷിച്ച് പോയിക്കളയും. രാജാവ് അപ്രകാരം ആ കരാറ് സമ്മതിച്ചു. അങ്ങനെ അവൾ ആ രാജാവിനോടുകൂടി രാജധാനിയിൽ സസന്തോഷം പാർത്തു. തനിക്ക് ലഭിച്ച സുന്ദരിയോടുകൂടി ശാന്തനു രമിച്ചു. ഒന്നും അപ്രിയം ചെയ്യരുതെന്ന് വിലക്കിയിട്ടുള്ളതുകൊണ്ട് ഒന്നും ചോദിക്കാതെ രാജാവ് അടങ്ങി ജീവിച്ചു. രാജാവ് അവളുടെ ശീലഗുണങ്ങളും ഗുണവും ഔദാര്യവും ഗൂഢോപചാരവും മൂലം അതിരറ്റ് സന്തോഷിച്ചു. അവൾ സാക്ഷാൽ ത്രിപഥകയും ദിവ്യ സ്വരൂപിണിയുമായ ഗംഗയായിരുന്നു. അവൾ മാനുഷീ രൂപം ധരിച്ച് മാനിനീരമണീയമായ വിലസി പട്ടമഹിഷിയായി കൊട്ടാരത്തിൽ വസിച്ചു. ഭാഗ്യത്താൽ കാമങ്ങൾ സാധിച്ച യോഗ്യനായ ശാന്തനു രാജേന്ദ്രന് ഹിതമായ വിധം സഹധർമ്മിണിയായി അവൾ വസിച്ചു. സംഭോഗം, സ്നേഹം, ചാതുര്യം, ശൃംഗാരഭാവം, ലാസ്യവിധങ്ങൾ ഇവ കൊണ്ട് രാജാവ് രമിക്കുന്ന വിധം അവൾ പെരുമാറി. ആ രാജാവ് ഉത്തമ വധുവിൽ രതി സംസക്തനായി വർഷം, ഋതു, മാസം എന്നിവ കഴിഞ്ഞതറിഞ്ഞില്ല. മാസങ്ങളും ഋതുക്കളും ദിവസങ്ങളുമൊക്കെ ഓടി കടന്നുപോയി. യഥാക്രമം അവളോട് ചേർന്ന് രമിച്ച രാജാവ് അവളിൽ 8 കുമാരന്മാരെ ജനിപ്പിച്ചു. പെറ്റാലുടനെ അവൾ കുട്ടിയെ കൊണ്ടുപോയി നിന്നെ പ്രീതിപ്പെടുത്താം എന്നു പറഞ്ഞ് ഗംഗയിൽ എറിയും. ശാന്തനുവിന് ഈ കർമ്മം ഒട്ടും സന്തോഷമായില്ല. എന്നാൽ രാജാവ് അവൾ തന്നെ പരിത്യജിച്ചാലോ എന്നു ഭയപ്പെട്ട് അവളോട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവൾ 7 പുത്രന്മാരെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. പിന്നെ 8ാമത്തെ പുത്രനെ പ്രസവിച്ചു. അവൾ പ്രസന്നയായി ഇരിക്കുന്ന സന്ദർഭം നോക്കി രാജാവ് പുത്രനെ ആശിച്ച് വിഷമത്തിലായി. ഭാര്യയുടെ അടുത്ത് ചെന്ന് അവളോട് പറഞ്ഞു, കൊല്ലരുത്, നീ ആർക്കു പിറന്നവളാണ്? മക്കളെ കൊല്ലുകയോ? പുത്രഘ്നി, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ മഹാപാപം നേടി, നിന്ദ്യം തന്നെ. ഇതു കേട്ട് ഗംഗ പറഞ്ഞു, ഹേ പുത്രനെ ഇച്ഛിക്കുന്ന രാജാവേ, ഞാൻ അങ്ങയുടെ ഈ പുത്രനെ കൊല്ലുന്നില്ല. ഭവാന് വിധിച്ച പുത്രരല്ല മരിച്ചവർ. മുൻ കരാർ പ്രകാരം എൻ്റെ ഇവിടത്തെ വാസം കഴിഞ്ഞു. മുനിസേവിതയായ
ജാഹ്നവിയാണ് ഞാൻ, ഗംഗയാണ് ഞാൻ. ദേവകാര്യം നിർവഹിക്കുന്നതിനു വേണ്ടി ഞാൻ, ഹേ ദേവ, ഭവാനോടുകൂടി പാർത്തതാണ്. മഹാരാജാവേ, ഈ മക്കൾ മഹാഭാഗരും മഹാശക്തരുമായ അഷ്ടവസുക്കളാണ്. വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം മനുഷ്യരായി ജനിച്ചതാണ്. ഭവാനൊഴിച്ച് മനുഷ്യരിൽ ആരും തന്നെ അവർക്ക് അച്ഛനാകുവാൻ യോഗ്യരാവുകയില്ല. എന്നെ ഒഴിച്ച് മറ്റൊരു അമ്മയെയും അവർക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് അമ്മയാകുവാൻ വേണ്ടി ഞാൻ മാനുഷിയായി തീർന്നത്. വസുക്കളെ ജനിപ്പിക്കുകയാൽ നീ ശാശ്വതമായ പദം നേടിയിരിക്കുന്നു. ദേവന്മാരായ വസുക്കളോട് അപ്രകാരം ഒരു കരാറ് ഞാൻ ചെയ്തു, ജനിച്ച ഉടനെ മനുഷ്യജന്മം അവസാനിപ്പിക്കാമെന്ന്. ആപവൻ നൽകിയ ശാപത്തിന് മോക്ഷവും ഇവർക്കു സിദ്ധിച്ചു. അങ്ങയ്ക്ക് ശുഭം വരട്ടെ. ഞാൻ ഇതാ പോകുന്നു. യോഗ്യനായ ഈ പുത്രനെ സംരക്ഷിച്ചാലും. വസുക്കളോട് ഞാൻ പറഞ്ഞ് അവരിൽ നിന്നും രക്ഷപ്പെടുത്തിയ പുത്രനാണ് ഇവൻ. എന്നിൽ ജാതനായ ഈ കുമാരൻ ഗംഗാദത്തൻ എന്ന് അറിയപ്പെടും. ശാന്തനു പറഞ്ഞു, ആരാണ് ആപവൻ? വസുക്കൾ എന്തു പാപമാണ് മനുഷ്യരായി ഭൂമിയിൽ പിറക്കുവാൻ തക്കവണ്ണം ചെയ്തത്? നീ എനിക്കു നൽകിയ ഈ പുത്രൻ എന്തു പാതകമാണ് ചെയ്തത്? ഇപ്രകാരം മനുഷ്യരൂപമെടുത്തിരിക്കുവാൻ തക്കവിധം സർവലോകേശ്വരന്മാരായ വസുക്കൾ എങ്ങനെ മനുഷ്യരായി വന്നു പിറന്നു? ഹേ ജാഹ്നവി, ഇതൊക്കെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് ചോദിച്ചപ്പോൾ ജാഹ്നവിയായ ഗംഗ ഭർത്താവായ ശാന്തനുവിനോട് മറുപടി പറഞ്ഞു. പണ്ട് വരുണപുത്രനായി വസിഷ്ഠൻ എന്നു പ്രസിദ്ധനായ ആപവൻ ഉണ്ടായി. നാനാ മൃഗ ഖഗ കുലമായും സർവർതു രമണീയമായ കുസുമോജ്വലമായും വിലസുന്ന മേരുശൈലത്തിൻ്റെ താഴ്വരയിൽ ഒരു പുണ്യാശ്രമം ആ മുനിക്കുണ്ട്. സർവ ഋതുവിലും രമണീയമായ പുഷ്പങ്ങൾ വിടർന്നു വിലസുന്ന ആ മനോഹര സ്ഥലത്ത് ആ വരുണപുത്രൻ തപസ് ചെയ്തു. ആസ്വാദ്യമായ ഫലമൂലങ്ങളും ജലവും ചേർന്ന ആ പുണ്യാശ്രമ സ്ഥലത്ത് നന്ദിനി എന്നു പേരായി ദക്ഷപുത്രിയായ സുരഭിയുടെ പുത്രിയായ ഒരു ദിവ്യധേനു ഉണ്ടായിരുന്നു. കശ്യപനിൽ നിന്നും പശുക്കളെ പ്രസവിച്ച വിശ്രുതയാണ് സുരഭി. ലോകരക്ഷയ്ക്കായി പിറന്ന നന്ദിനി കാമിക്കുന്നതൊക്കെ കറന്നെടുക്കുവാൻ കഴിവുറ്റവളാണ്. ആ പശുവിനെ വസിഷ്ഠൻ ഹോമധേനുവാക്കി. അവൾ മുനിസേവ്യമായ ആ തപോവനത്തിൽ നിർഭയം പുണ്യരമ്യ സ്ഥലം തോറും മേഞ്ഞു നടന്നു. രാജേന്ദ്ര, ഒരു ദിവസം ദേവർഷി സേവ്യമായ ആ വനത്തിൽ പൃഥു മുതലായ വസുശ്രേഷ്ഠന്മാർ വരികയുണ്ടായി. അവർ തങ്ങളുടെ ഭാര്യമാരോടുകൂടി രമണീയാരണ്യത്തിൽ കളിയാടി സഞ്ചരിക്കുമ്പോൾ വസുക്കളിൽ ഒരുവന്റെ ഭാര്യയായ ഒരു സുന്ദരി ആ വനത്തിൽ സഞ്ചരിക്കുന്ന ഗുണസമ്പന്നയായ പശുവിനെ കണ്ടു. നന്ദിനി എന്നു പേരായ ആ കാമധേനുവിനെ കണ്ട് കൊതി തുള്ളി. ശീലസമ്പന്നയായ അവൾ ആശ്ചര്യപ്പെട്ട് ദ്യോവ് എന്ന വസുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ശീലഗുണശാലിനിയും നല്ല വാലും കുളമ്പുമുള്ളവളും നല്ല അകിടും കറവയുമുള്ളവളും ലക്ഷണങ്ങൾ തികഞ്ഞവളുമായ ആ നന്ദിനി പശുവിനെ ആ വസുനന്ദിനി വസുവിനു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നോക്കൂ,
എന്തൊരു ചന്തമുള്ള പശുവാണവൾ എന്ന് രാജാവേ ദ്യോവ് പശുവിനെ കണ്ട മാത്രയിൽ ഭാര്യയോട് പറഞ്ഞു. ദ്യോവ് പറഞ്ഞു, എടോ ഉടുരാജമുഖി, നീലലോചനയായ ആ പശു വരുണ നന്ദനനായ വസിഷ്ഠൻ്റേതാണ്. ഈ വനവും അദ്ദേഹത്തിൻ്റെതാണ്. പ്രിയേ സുന്ദരി, ഈ പശുവിൻ്റെ മധുരമായ പാൽ കുടിക്കുന്ന മർത്യന് യൗവനത്തോടുകൂടി 10,000 വർഷം ജീവിക്കും. ഗംഗ പറഞ്ഞു, ഇത് കേട്ട് ആ മധുരഭാംഗിയായ ദേവി ദിവ്യ തേജസ്വിയായ ഭർത്താവിനോട് പറഞ്ഞു, മർത്യലോകത്ത് എനിക്ക് രാജപുത്രിയായ ഒരു സഖിയുണ്ട്. ജിതവതി എന്നാണ് അവളുടെ പേര്. അവൾ രൂപ യൗവനശാലിയാണ്. സത്യവാനായ ഉശിനര രാജാവിൻ്റെ പുത്രിയാണവൾ. മർത്യ സ്ത്രീയായ അവൾ ത്രിലോക സുന്ദരിയാണ്. അവൾക്കു വേണ്ടി ഭവാൻ ഈ പശുവിനെ കുട്ടിയോടുകൂടി പിടിച്ചു തരണം. വേഗം പിടിച്ചു തരൂ. ഇവളുടെ പാൽ കുടിച്ച് എൻ്റെ സഖി മനുഷ്യരിൽ ജരാഹീനയായി വാഴട്ടെ. ഇങ്ങനെ ഒരു ഉപകാരം ഭവാൻ എനിക്കു ചെയ്തു തരണം. ഇതിലപ്പുറം ഒരിഷ്ടവും ചെയ്തു തരേണ്ടതില്ല. അവളുടെ വാക്ക് കേട്ട് പൃഥു മുതലായ സോദരന്മാരോടുകൂടി ദ്യോവ് ആ പങ്കേരുജാക്ഷയുടെ ഇഷ്ടത്തിനായി പശുവിനെ അപഹരിച്ചു. ഋഷിയുടെ തപശക്തിയെപ്പറ്റി അവർ ചിന്തിച്ചതേയില്ല. അവർ പശുവിനെയും കൊണ്ട് നടന്നു. യാതൊരു ആപശങ്കയും കൂടാതെ അവർ കാമധേനുവിനെ കൊണ്ടുപോയി. ഫലങ്ങളുമായി ആശ്രമത്തിലെത്തിയ മുനി ആശ്രമത്തിൽ നോക്കിയപ്പോൾ പശുവിനെയോ കുട്ടിയെയോ കണ്ടില്ല. പരിഭ്രമത്തോടെ ആ തപോധനൻ പശുവിനെ വിളിച്ചു, നന്ദിനി, നന്ദിനി, നീ എവിടെ പോയി? വരൂ. അദ്ദേഹം ആ കാനനത്തിൽ ചുറ്റി. പശുവിനെ കാണാതെ മുനി കർത്തവ്യതാമൂഢനായി തീർന്നു. എന്തു ചെയ്യും? വസുക്കൾ കൊണ്ടുപോയെന്ന് ദിവ്യ ചക്ഷുസ്സുകൊണ്ട് മുനി അറിഞ്ഞു. മഹർഷി കോപിച്ച് വസുക്കളെ ശപിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, നല്ല പാൽ തരുന്ന എൻ്റെ പശുവിനെ അപഹരിക്കുകയാൽ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി പിറക്കും, യാതൊരു സംശയവുമില്ല. ശാപം കൊടുത്തതിന് ശേഷം മഹർഷി തപസ്സിനു പോയി. ഇപ്രകാരമാണ് മഹാപ്രഭാവനായ മഹർഷി ദേവന്മാരെ ശപിച്ചത്. ഗംഗ പറഞ്ഞു. ശാപവൃത്താന്തം കേട്ട് വസുക്കൾ മുനിയുടെ ആശ്രമത്തിലെത്തി. അവർ മുനിയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. ഫലിച്ചില്ല. ധർമാത്മാവായ മഹർഷിയുടെ പ്രസാദം അവർക്ക് ലഭിച്ചില്ല. മഹർഷി പറഞ്ഞു, ധരാദികളായ നിങ്ങൾ ശബ്ദരായിരിക്കുന്നു. ഒരാണ്ടുകൊണ്ട് നിങ്ങൾക്ക് ശാപമോക്ഷവും ലഭിക്കും. ആരു കാരണമാണ് നിങ്ങൾ എൻ്റെ ശാപത്തിനു പാത്രമായത്? ആ ദ്യോവ് മാത്രം മർത്യലോകത്തിൽ വളരെ വർഷം പാർക്കും. ഞാൻ കോപിച്ചു പറഞ്ഞ വാക്ക് ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. മർത്യലോകത്തിൽ നിങ്ങൾക്കാർക്കും പ്രജോൽപത്തിയുണ്ടാവുകയില്ല. ആ ദ്യോവ് സർവധർമ്മജ്ഞനായി ഭവിക്കും. സർവശാസ്ത്ര വിശാരദനാവുകയും ചെയ്യും. സ്വപിതാവിന് ഹിതം ചെയ്യുവാൻ വേണ്ടി അവൻ സ്ത്രീഭോഗം ഉപേക്ഷിക്കും. സ്ത്രീയുടെ പ്രേരണയ്ക്ക് വിധേയമായി അധർമ്മം ചെയ്യുകയാൽ സ്ത്രീ സുഖവർജിതനായി ഭവിക്കട്ടെ. ഇപ്രകാരം വസുക്കളോട് പറഞ്ഞ് വസിഷ്ഠൻ പോയി. എൻ്റെ അരികെ എല്ലാ വസുക്കളും വന്ന് എന്നോട് വരം അഭ്യർത്ഥിച്ചു. ഗംഗ ശാന്തനുവിനോട് പറഞ്ഞു. വസുക്കൾ പറഞ്ഞത് ഇപ്രകാരമാണ്. ഗംഗേ, ഭവതി ഞങ്ങളുടെ അമ്മയാകണം.
ജനിച്ചാൽ ഉടനെ ഞങ്ങളെ ഗംഗാജലത്തിൽ കൊണ്ടുപോയി ഇടുകയും വേണം. അപ്പോൾ ഗംഗ പറഞ്ഞു, ഞാൻ ആ അഭ്യർത്ഥന സ്വീകരിച്ചു. അഭിശബ്ദരായ വസുക്കൾക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. ഈ കുട്ടി മാത്രം മുനീന്ദ്രന്റെ ശാപം മൂലം മനുഷ്യലോകത്തിൽ ഒട്ടേറെ നാൾ വാഴും. വൈശമ്പായന മുനി ജനമേജയ രാജാവിനോട് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് ദേവി അവിടെ തന്നെ മറഞ്ഞു. ആ കുട്ടിയെയും കൊണ്ടാണ് ഗംഗാദേവി അന്തർധാനം ചെയ്തത്. അവൻ ദേവവ്രതൻ, ഗാംഗേയൻ എന്നീ പേരുകളിൽ പ്രസിദ്ധനായി. ശാന്തനുവിൻ്റെ പുത്രനായി ജനിച്ച ദ്യോവ് ഗുണം കൊണ്ട് പിതാവിനേക്കാൾ യോഗ്യനായി തീർന്നു. ഗംഗാദേവി വിട്ടുപിരിഞ്ഞപ്പോൾ ശോകാർത്തനായ ശാന്തനു രാജാവ് രാജധാനിയിൽ പ്രവേശിച്ച് ഇരിപ്പായി. ആ ശാന്തനുവിൻ്റെ മഹത്തായ ഗുണഗണങ്ങളെയും മഹാഭാഗ്യങ്ങളെയും ആണ് ഇനി വിവരിക്കാൻ പോകുന്നത്.